അബ്ദുറഹീമിന്റെ മോചനം യാഥാർത്ഥ്യമാകാൻ പോകുന്ന നിമിഷത്തിലേക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും. 34 കോടി രൂപയിലധികം സ്വരൂപിക്കാൻ കഴിഞ്ഞതിന്റെ സന്തോഷം എല്ലാവർക്കും തന്നെയുണ്ട്. പക്ഷേ സൗദി അറേബ്യയിൽ നാളെ കൂടി പൊതു അവധിയുണ്ട്. വാരാന്ത്യ അവധിയും ചെറിയ പെരുന്നാളിന്റെ അവധിയും നാളെയാണ് അവസാനിക്കുന്നത്. അതിനുശേഷം ഞായറാഴ്ച മുതലാണ് പ്രവൃത്തി ദിനം ആരംഭിക്കുന്നത്. ഞായറാഴ്ച മുതൽ മാത്രമേ ഇതിന്റെ നടപടിക്രമങ്ങൾ ആരംഭിക്കാൻ കഴിയുകയുള്ളൂ. സ്വരൂപിച്ചിട്ടുള്ള പണം 34 കോടി രൂപ അല്ലെങ്കിൽ 15 ബില്യൺ സൗദി റിയാൽ. ആ പണം വിദേശകാര്യ മന്ത്രാലയം വഴി ഇനി സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസിയിൽ എത്തണം. അങ്ങനെ ആ സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസിയുടെ അക്കൗണ്ടിൽ എത്തിയതിനു ശേഷം എംബസിയാണ് ഇക്കാര്യം കോടതിയെ അറിയിക്കുക. പണം നൽകാൻ തയ്യാറാണ്, പണം ലഭ്യമായിട്ടുണ്ട് എന്നുള്ള വിവരം കോടതിയെ അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെ കോടതിയിൽ ഈ വിവരം എത്തിയതിനു ശേഷം കോടതി വഴിയാണ് കുടുംബത്തിന് പണം നൽകേണ്ടത്. അല്ലെങ്കിൽ കോടതി ഒരുപക്ഷെ സൗദി ഇന്ത്യൻ എംബസിയെ കുടുംബത്തിന് വേണ്ടി പണം കൈമാറാൻ അറിയിക്കും. അങ്ങനെ എന്തായാലും കുടുംബം പണം ലഭിച്ചു എന്നുള്ള വിവരം വീണ്ടും കോടതിയെ അറിയിക്കണം. അതിനുശേഷം കോടതി ഇക്കാര്യം ജയിലിൽ അറിയിക്കുകയും ജയിൽ അധികൃതരെ അറിയിക്കുകയും മോചനത്തിന് വേണ്ടി ഉത്തരവിടുകയും ചെയ്യും. ഏതായാലും ഞായറാഴ്ച മുതൽ 2-3 ദിവസത്തിനുള്ളിൽ ഈ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഈ മാസം 18-നുള്ളിൽ പണം ലഭ്യമാക്കണം. അങ്ങനെ 18-നുള്ളിൽ പണം ലഭ്യമാക്കിയതിനു ശേഷം മോചനം യാഥാർത്ഥ്യമാക്കും എന്നുള്ളതാണ് നേരത്തെയുള്ള ധാരണ. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച വരെ സമയമുണ്ട്. അതിനുള്ളിൽ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് അബ്ദുറഹീമിനെ ജയിലിൽ നിന്നും മോചിപ്പിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും ഇപ്പോൾ കാത്തിരിക്കുന്നത്.